ആരാധകർക്ക് ആവേശം നിറയ്ക്കുന്ന ചില കാര്യങ്ങളാണ് മോഹൻലാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. അതിൽ തന്നെ മോഹൻലാൽ ഇനി ചെയ്യാൻ പോകുന്ന ചില ചിത്രങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ കൂടി തന്നിരുന്നു. ജിത്തു മാധവൻ ഒരുക്കാൻ പോകുന്ന അടുത്ത ചിത്രം മോഹൻലാലുമായിട്ടാണ് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്നിരുന്നു. ഗോകുലം മൂവീസും ജിത്തു മാധവനും ഒന്നിക്കുന്ന ചിത്രത്തിൽ നായകനായി മോഹൻലാൽ എത്തുന്നു. ഈ കാര്യങ്ങൾ സ്ഥിരീകരിച്ചുകൊണ്ട് ഇതിന്റെ അണിയറ പ്രവർത്തകരോ മറ്റോ ഒന്നും നേരിട്ടെത്തിയിട്ടില്ല. ഇതൊക്കെ മൂവി അനലിസ്റ്റുകളും ട്രേഡ് അനലിസ്റ്റുകളുമാണ് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്. എന്നാൽ ഈ കഴിഞ്ഞ അഭിമുഖത്തിൽ മോഹൻലാൽ തന്നെ പറഞ്ഞു താൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ജിത്തു മാധവന്റെ ഒരു സിനിമയാണെന്ന്. പുതിയ സംവിധായകർക്കൊപ്പം മോഹൻലാൽ കൈകൊടുക്കുന്നു എന്നതിന് സൂചനയായി മോഹൻലാൽ ഇത് പറഞ്ഞിരുന്നു. അതിനൊപ്പം തന്നെ ആരാധകരെ അതിശയപ്പെടുത്തുന്ന ഒരു സൂചന കൂടി മോഹൻലാൽ നൽകിയുണ്ടായി. തന്റെ വരാൻ പോകുന്ന ചിത്രങ്ങളിൽ ഒരു ബ്ലസ്സി ചിത്രം കൂടി ഉണ്ട് എന്നത്. ആ ഹിന്റ് തന്നുകൊണ്ടാണ് മോഹൻലാൽ ആ ഇന്റർവ്യൂവിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത്. ബ്ലസ്സിയും തുടക്കക്കാരനായപ്പോൾ മോഹൻലാലിനൊപ്പമാണ് തുടങ്ങിയത്. അതേ കാര്യം പറയുമ്പോൾ ബ്ലസ്സി ഇനി അടുത്ത് ചെയ്യാൻ പോകുന്ന ചിത്രം മോഹൻലാലിന്റേതാണെന്ന് നേരത്തെ തന്നെ റൂമറുകളും ഉണ്ടായിരുന്നു. വലിയൊരു മൂവി ബസ്സായി ബ്ലസ്സിയുടെ അടുത്ത ചിത്രം മോഹൻലാലുമായി ബന്ധപ്പെട്ടതാണ് എന്ന വാർത്തകൾ വന്നിരുന്നു. ഇത് പല അഭിമുഖങ്ങളിലും മോഹൻലാലും ചെറിയ ഹിന്റുകൾ നൽകിയിരുന്നു. ഇന്നിതാ കഴിഞ്ഞ അഭിമുഖത്തിലും മോഹൻലാൽ അതേ കാര്യം തന്നെ ആവർത്തിക്കുകയാണ്. ബ്ലസ്സിയുടെ സംവിധാനത്തിലും മോഹൻലാലിന്റെ ഒരു ചിത്രം വരുന്നു എന്നത്. അതിനൊപ്പം തന്നെ പ്രിയദർശന് വരാൻ പോകുന്ന 100ാമത്തെ ചിത്രവും മോഹൻലാലാണ് നായകൻ എന്നുള്ള കാര്യം വീണ്ടും സ്ഥിരീകരിക്കുകയുണ്ടായി മോഹൻലാൽ. എന്നാൽ മോഹൻലാൽ തിരഞ്ഞെടുക്കുന്ന തന്റെ ചിത്രങ്ങൾക്കൊക്കെ വലിയ രീതിയിലുള്ള ഒരു നിരീക്ഷണം വേണമെന്ന് മോഹൻലാൽ തന്നെ പറയുകയാണ്. കാരണം മോഹൻലാലിന്റെ അടുത്തിടെയുള്ള തിരഞ്ഞെടുപ്പുകളിൽ പലതും പാളിപ്പോയതുകൊണ്ട് തന്റെ ആരാധകർക്ക് അത് വിഷമമുണ്ടാക്കുന്നു എന്ന കാര്യം കൂടി മോഹൻലാൽ പറയുകയുണ്ടായി. ഇനിയുള്ള തിരഞ്ഞെടുപ്പുകൾ സൂക്ഷിച്ചു വേണം എന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ പറഞ്ഞു വെക്കുന്നത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന മോഹൻലാലിൽ നിന്നും അവർ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകൾ മോഹൻലാൽ ചെയ്യണം എന്നത്. അതിന്റെ ഒരു കാര്യം കൂടി മോഹൻലാൽ പറഞ്ഞു വെക്കുന്നുണ്ട്. താനും പ്രിയദർശനും ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് മോഹൻലാൽ പറയുകയാണ്. മലയാളത്തിൽ എക്കാലത്തെയും ഹിറ്റ് കോമ്പിനേഷനുകളിൽ ഒന്നാണ് മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ട്. ഇരുവരും ഒന്നിച്ചപ്പോൾ മലയാളികൾക്ക് എക്കാലവും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരുപടി മികച്ച സിനിമകളാണ് ലഭിച്ചത്. കാക്കക്കുയിൽ, ചന്ദ്രലേഖ, ചിത്രം, കിലുക്കം, ബോയിങ് ബോയിങ്, വന്ദനം, കാലാപാനി എന്നീ ചിത്രങ്ങൾ ഈ കൂട്ടുകെട്ടിൽ പിറന്നവയാണ്. മലയാളത്തിൽ എക്കാലത്തെയും മികച്ച ആർട്ടിസ്റ്റുകളുടെ സാന്നിധ്യം ഈ സിനിമകളിലെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത്തരം നടന്മാരെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുകയാണ് മോഹൻലാൽ. അങ്ങനെയുള്ള സിനിമകൾ കാണാനാണ് പ്രേക്ഷകർ പോലും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു സിനിമ അനൗൺസ് ചെയ്താൽ അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ എന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് മോഹൻലാലും പറയുന്നത് ഒരുപാട് മികച്ച ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രി ആയിരുന്നു മലയാള സിനിമയെന്ന് മോഹൻലാൽ പറഞ്ഞു. ജഗതി ശ്രീകുമാർ ഉൾപ്പെടെയുള്ള നടന്മാരെ താൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടെന്നും മോഹൻലാൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി. താനും പ്രിയദർശനും ഇപ്പോൾ ഒരു കഥയെപ്പറ്റി ചർച്ച ചെയ്യുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അത്തരം ആർട്ടിസ്റ്റുകളുടെ ലഭ്യതക്കുറവാണെന്നും മോഹൻലാൽ പറഞ്ഞു. ജഗതി ശ്രീകുമാർ, ശങ്കരാടി, കുതിരവട്ടം പപ്പു എന്നീ നടന്മാർ നിലവിൽ തങ്ങൾക്കൊപ്പം ഇല്ലെന്നും തങ്ങളെ സംബന്ധിച്ച് വളരെ വലുതാണെന്നും മോഹൻലാൽ കൂട്ടിച്ചേർത്തു. ബറോസിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു മോഹൻലാൽ. കിലുക്കം പോലുള്ള സിനിമകളുടെ ഏറ്റവും ബെസ്റ്റ് പാർട്ട് ജഗതി ശ്രീകുമാർ പോലെ ഉള്ള നടന്മാരാണ്. അദ്ദേഹത്തെ പോലെ അസാധ്യ നടന്മാർ നമുക്കുണ്ടായിരുന്നു. ഞാനും പ്രിയദർശനും ഇപ്പോൾ ഒരു കഥ ഡിസ്കസ് ചെയ്യുമ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരം നടന്മാരുടെ കുറവാണ്. ജഗതി ചേട്ടൻ ഇപ്പോൾ അഭിനയിക്കുന്നില്ല. കുതിരവട്ടം പപ്പു, ശങ്കരാടി തുടങ്ങിയ നടന്മാർ നമ്മളെ വിട്ടുപോയി. ഇതെല്ലാം ഞങ്ങൾക്ക് നികത്താനാകാത്ത നഷ്ടമാണ്. മോഹൻലാലിന്റെ വാക്കുകൾ ഇതായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സബ്ജക്ട് എടുക്കുമ്പോഴും ഇവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും, എങ്ങനെയായിരിക്കും ഇവരില്ലാതെ അത് ചെയ്യുക എന്നത്. എന്നിരുന്നാലും പ്രേക്ഷകർ പ്രിയദർശന്റെയും മോഹൻലാലിന്റെയും കോമ്പിനേഷൻ വരുമ്പോൾ അങ്ങനെ ചില ചിത്രങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു ലോ ബഡ്ജറ്റ് ചിത്രം എന്നതിനപ്പുറം ഇല്ലെങ്കിൽ ഒപ്പം പോലൊരു ചിത്രം എന്നതാണ് അവർ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മോഹൻലാലിനെ വെച്ച് 100ാമത്തെ ചിത്രം ഒരുക്കാൻ പോവുകയാണ് പ്രിയദർശൻ. കൂടാതെ അതിനുശേഷവും മോഹൻലാലുമായി ഒന്നിക്കാൻ പോകുന്നു എന്ന സൂചനകൾ വരുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം എങ്ങനത്തെ സബ്ജക്റ്റാണ് ഇവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത് എന്ന്.